Hello friends, Assalamu alaikum. Welcome back to our channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് വാഞ്ചോ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ആദ്യം നമുക്ക് ഒരു ബൗളിലോട്ട് 6 മുട്ട പൊട്ടിച്ചിടാം. അതിനുശേഷം നമുക്ക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത്. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ചേർക്കാൻ പാടില്ല, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഫ്ലഫി ആൻഡ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ 2 ബൗൾസിലാക്കിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് മൈദ എടുക്കാം. അത് നല്ലവണ്ണം അരിച്ചെടുത്തതാണ്. ഞാൻ 3 പ്രാവശ്യം മറ്റേ മൈദ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അധികം ഫോഴ്സ് കൊടുത്തിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുക്കണ്ട, സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. അധികം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കേക്ക് അത്ര സ്പോഞ്ചി ആയിട്ട് കിട്ടൂല. നല്ല സോഫ്റ്റ് കേക്ക് കിട്ടണമെങ്കിൽ അധികം ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ ചെറുങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. കണ്ട, ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനേഗറിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനു വേണ്ടി 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡറും ഞാൻ 3 പ്രാവശ്യം അരിച്ചു വെച്ചതാണ് അരിപ്പയിൽ. അത് നമുക്ക് ഈ ബാറ്ററിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ടില്ലേ ഡിവൈഡ് ചെയ്ത് 2 ബൗൾസിൽ. അപ്പോൾ ഒരു ബൗളിൽ വാനില സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബൗളിലാണ് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അധികം ഫോഴ്സ് ഒന്നും കൊടുക്കാണ്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനേഗറിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ട്രേയിലോട്ടേക്ക് മാറ്റാം. അപ്പം ഞാൻ നേരത്തെ തന്നെ കേക്ക് ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് വാനില സ്പോഞ്ച് കേക്കും റെഡിയാക്കേണ്ടത്. അങ്ങനെ ഇവിടെ വാനില സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാനിവിടെ 1/2 കിലോന് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് നമ്മളെ വിപ്പിംഗ് ക്രീം കിട്ടും. അപ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്രീം ലൂസാവൊന്നും ചെയ്യില്ല, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വാഞ്ചോ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് കേക്കിൻ്റെ ബേസ് ബോർഡ് വെക്കാം. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ലെയറിൽ ചോക്ലേറ്റ് കേക്കാണ് വെക്കുന്നത്. ഞാൻ നേരത്തെ കേക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇത് വെറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട്.
എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയെടുക്കാം. ഇനി അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വാനില കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വീണ്ടും ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആക്കിയെടുക്കാം. ഇതേപോലെ ഓരോ കേക്കും ലെയർ ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം അവസാനം വരുന്നത് വാനില കേക്കാണ്. അപ്പോൾ വാനില കേക്കിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് ലാസ്റ്റ് ഭാഗം ഇതുപോലെ വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നൈഫ് വെച്ചിട്ട് ഒരുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഈ ഹോൾസെല്ലുണ്ടെങ്കിൽ അവിടെ എല്ലാം വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നൈഫ് വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ATM കാർഡ്സ്, പഴയ ATM കാർഡ്സ്, പഴയ ഹോസ്പിറ്റൽ കാർഡ്സ് എല്ലാം ഉണ്ടാവില്ലേ, അതിനെ കൊണ്ട് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. മുകളിലും ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കാം. ഇനി അടുത്തതായി നമുക്കൊരു ബൗളിലോട്ടേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ബട്ടറും ചേർത്തിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു പാനിൻ്റെ മുകളിലാണ് ഈ ബൗൾ വെക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇവിടെ നല്ലവണ്ണം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും ചെയ്യാം. സെയിം അളവിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 15 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ച കേക്കാണിത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. സ്പൂണിൽ കുറച്ചായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാണ് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കേണ്ടത്. വൈറ്റ് ചോക്ലേറ്റ് ചേർത്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ സ്പൂണ് വെച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഞാൻ കൈ കൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞു ഫ്ലവേഴ്സ് ഒന്നാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ അടിപൊളി ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നല്ലേ കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള വാഞ്ചോ കേക്ക് ഒന്ന് കട്ട് ചെയ്താലോ? അങ്ങനെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കഷ്ണം കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.